കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ നേതാവ് ജോസ് കെ മാണി, അവരുടെ മന്ത്രി റോഷി അഗസ്റ്റിൻ, രണ്ടുപേരുടെയും നിലപാടുകൾ വ്യത്യസ്തമായ തലത്തിലേക്കാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ടാണ്. കഴിഞ്ഞ ദിവസം ജോസ് കെ മാണി സംസാരിച്ചുകൊണ്ടിരിക്കെ മൈക്ക് പിടിച്ചു മേടിച്ച് റോഷി അഗസ്റ്റിൻ പറയുന്നു ജോസ് കെ മാണി പാലായിൽ മത്സരിക്കുമെന്നും. തൊട്ടടുത്ത ദിവസം ജോസ് കെ മാണിയുടെ അടുത്ത് മാധ്യമപ്രവർത്തകർ ഇത് ചോദിക്കുമ്പോൾ പറയുന്നത് പാലായിൽ മത്സരിക്കുമെന്നല്ലേ പറഞ്ഞത്, അത് മത്സരിക്കില്ല എന്നല്ലല്ലോ പറഞ്ഞത്, എന്നോട് കുറച്ച് സ്നേഹം കൂടുതലുള്ളത് കൊണ്ടാണ് പറയുന്നത്. പക്ഷേ ആ പറയുന്നതിലൊക്കെ ഒരു പുച്ഛഭാവമുണ്ട്. ഇവിടെ രണ്ടുപേരും കൂടെ വഴി പിരിയാനുള്ളൊരു സാധ്യത ഉണ്ടാകുമോ? രണ്ടുപേരും തമ്മിൽ മാനസികമായി അത്ര ഐക്യത്തിലല്ല എന്ന് വ്യക്തമാക്കുന്ന പ്രതികരണമാണ് 2 ദിവസമായിട്ട് വന്നിരിക്കുന്നത്. അതായത് ജോസ് മാണി ഈ മുന്നണി ഈ മുന്നണിയിൽ നിന്ന് വിട്ട്, ഈ ഭരണത്തിൽ നിന്ന് തന്നെ വിട്ട് UDF ചേരാൻ തീരുമാനിച്ച സമയത്ത് ഇതറിഞ്ഞ് വാസവനെയൊക്കെ ഇടനിലക്കൊക്കെ നിർത്തി. കാരണം ഈ മറ്റേ MLA പ്രമോദ് നാരായണൻ പ്രമോദ് നാരായണനെ മറ്റേ റോഷി അഗസ്റ്റിൻ ഈ മുന്നണിയുടെ കൂടെ പിടിച്ചു നിർത്തി ആ സമയത്തൊരു പിളർപ്പ് ഒഴിവാക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിൽ ഒരു തൃപ്തിയും ജോസ് മാണിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ജോസ് മാണി പാലായിൽ നിന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഷോൺ ജോർജ് ആയിരിക്കും BJPയുടെ സ്ഥാനാർത്ഥി എന്ന് നമ്മൾ ആദ്യമേ ചർച്ച ചെയ്തതാണ്. അതെ. അപ്പോൾ ഷോൺ ജോർജ് പൂഞ്ഞാറിന്റെ നേരത്തെ അല്ലേ MLA ആയിരുന്ന, അതെ, കുറെ ഭാഗങ്ങള് 6 പഞ്ചായത്തുകളാണ്. പിന്നീട് പാലായിലെ ഈ വാർഡ് വിഭജനം പുനർനിർണയം വന്നു കഴിഞ്ഞപ്പോ കുറെ ഭാഗങ്ങൾ ഈ ഷോൺ ജോർജ് ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന ഭാഗവും കൂടെയൊക്കെ ഈ പുതിയ മണ്ഡലത്തിലേക്ക് വന്നു, പാലായിലേക്ക് വന്നു. അപ്പൊ PC ജോർജിന് പരമ്പരാഗതമായി സ്വാധീനമുള്ള കുറെ പ്രദേശങ്ങൾ പാലായിലേക്ക് വന്നു. മാത്രമല്ല മാണി സി കാപ്പൻ ജയിച്ചുകൊണ്ടിരുന്നത് തന്നെ ആ സ്വാധീനത്തിലുള്ള PC ജോർജിന്റെ വോട്ടുകൾ ഉണ്ടല്ലോ, അതൊക്കെ മാണി തീർച്ചയായും ജോസ് മാണി തോൽക്കണം എന്നുള്ളത് PC ജോർജിന്റെയും കൂടി ആവശ്യമില്ലേ. അങ്ങനെ മാണി സി കാപ്പന് ആ ഒരു പിന്തുണയും കൂടി കിട്ടിക്കൊണ്ടിരുന്നു. അതിനി മാണി സി കാപ്പന് കിട്ടില്ല, ഷോൺ ജോർജിന് തന്നെ അവരുടെ വോട്ടുകൾ അവർ തന്നെ വാങ്ങിക്കും. ഷോൺ ജോർജ് അവിടെ ഒരു പ്രബല സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അവിടെ വന്ന് ജോസ് മാണി മത്സരിച്ചിട്ടേ വളരെ ദയനീയമായ ഒരു 3ാം സ്ഥാനത്തേക്ക് പോവുക എന്നുള്ളൊരു ദുര്യോഗം. ആ പാതാളത്തിലേക്ക് ജോസ് മാണിയെ ഞാൻ പിടിച്ചുവിടും എന്നാണല്ലോ ഇന്നലെ റോഷി അഗസ്റ്റിൻ പറയുന്നത്. എൻ്റെ നേതാവ് അവിടെ നിന്ന് പാതാളത്തിൽ പോയി തോറ്റോട്ടെ, ഞാൻ മറ്റേ ഇടുക്കിയിൽ മത്സരിച്ചിട്ട് ജയിച്ച് ഇതോടുകൂടി എന്ന് പറഞ്ഞാൽ ജോസ് മാണിയെ കുഴിച്ചു മൂടുക. മാത്രമല്ല ഈ മയക്ക് പിടിച്ചത് പറയണമെന്നുണ്ടെങ്കിൽ ഞാനാണിപ്പോൾ പാർട്ടിയെ നയിക്കുന്നത് എന്നുള്ളൊരു ഭാവഹാവാദികളോടെയല്ലേ പറയുന്നത് റോഷി അഗസ്റ്റിൻ. എന്ന് പറഞ്ഞാൽ ജോസ് മാണിയുടെ സാന്നിധ്യത്തിൽ തന്നെ ഇപ്പൊ ഞാനാണ് കാര്യങ്ങൾ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തൽക്കാലത്തേക്ക് ജയിച്ചിരിക്കുകയാണല്ലോ, ഈ മുന്നണിയിൽ തുടരേണ്ടി വന്നല്ലോ. റോഷിയുടെ നിലപാട് കാരണം ജോസ് മാണിക്ക് ഈ മുന്നണിയിൽ തുടരേണ്ടി വന്നു. അപ്പൊ റോഷി അഗസ്റ്റിൻ തൽക്കാലത്തേക്ക് ജയിച്ചു നിൽക്കുന്നു. അതിൻ്റെ ഒരു ഹുങ്കാണ് റോഷി അഗസ്റ്റിൻ കാണിച്ചത്. എന്ന് പറഞ്ഞാൽ ജോസ് മാണി പാലായിൽ തന്നെ നിന്ന് തോറ്റോളും എന്നുള്ളതാണല്ലോ ഈ പറയുന്നത്. അതിന് എന്നെ കിട്ടില്ല എന്നാണ് ജോസ് മാണി ഇന്ന് പറഞ്ഞത്. ഞാൻ മത്സരിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ചോരത്തിളപ്പ് കൂടുതലാണ്. പണ്ട് KSCയിലെ പ്രവർത്തകനൊക്കെ ആയിരുന്നു, അതിന്റെ ചോരത്തിളപ്പ് കൂടുതലാണ്, സ്നേഹ കൂടുതൽ കൊണ്ട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് റോഷി അഗസ്റ്റിനെ നന്നായിട്ട് കുത്തുകയും ചെയ്തു. അപ്പോൾ ജോസ് മാണിക്ക് റോഷിയുടെ ഈ നിലപാടുകളോട് വലിയ താല്പര്യമില്ലാതെ വന്നിരിക്കുന്നു. മാത്രമല്ല ജോസ് മാണി ഏതായാലും അവിടെയല്ല മത്സരിക്കുന്നത്, ചിലപ്പോൾ കടുത്തുരുത്തിയിലായിരിക്കുന്ന ആദ്യഘട്ടം മുതൽ കേൾക്കുന്നതുമാണ്. ഇപ്പോൾ ഈ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ റോഷി അഗസ്റ്റിൻ, അത് പ്രമോദ് നാരായണൻ, ഇവർ 2 MLA മാരുണ്ട്. അവർ ഒരു ശക്തമായ ഒരു നീക്കമായിട്ട് മാറുന്നു. ഇവർ ഇടതുമുന്നണി തന്നെ ഉറച്ചു നിൽക്കും. ഞാൻ ഒറ്റയാൾ വിചാരിച്ചാൽ ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ സ്വന്തം അഭിപ്രായത്തിനനുസരിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ ജോസ് കെ മാണിക്കുണ്ട്. അത് വലിയ അസംതൃപ്തിയുണ്ട്. കാരണം LDFകാർക്ക് ഇപ്പോഴും ഉറപ്പില്ല ജോസ് കെ മാണി ഇവിടെ തന്നെ ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ജാഥ ക്യാപ്റ്റനായിട്ടൊക്കെ നിശ്ചയിച്ചത്. ഒരു പക്ഷേ ജോസ് കെ മാണിയുടെ ആഗ്രഹം ഒരു മന്ത്രിയായി തീരണമെന്നാണ്. അതിന് ഇനി LDFിൻ്റെ കൂടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് UDFിൻ്റെ കൂടെ നിൽക്കുന്നതാണ്. പക്ഷേ റോഷി അഗസ്റ്റിനെ കുറച്ച് നേതാക്കൾ കയ്യിലെടുത്ത് വെച്ചിടത്തോളം കാലം വീണ്ടും
പാർട്ടിയെ പിളർത്തുക അല്ലാതെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഇന്ന് ജോസ് മാണി റോഷി അഗസ്റ്റിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതെ. പരസ്യമായി ശകാരിച്ചിരിക്കുന്നു, ശാസിച്ചിരിക്കുന്നു, തള്ളിപ്പറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം ഇനിയും പിളരാനും ഈ ജോസ് മാണിയുടെ പിളർന്നുണ്ടാവുന്ന ജോസ് മാണിയുടെ ചേരിയുണ്ടല്ലോ, അവർ UDF-ലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സർപ്രൈസ് ബാക്കിയുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ UDF? പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരത്തെ ചർച്ച ചെയ്താണ് ജോസഫ് ഗ്രൂപ്പിന്റെ ഒരു ഗതികേട് ഇപ്പോ UDF-ല്. കാരണം പല സീറ്റുകളും വെട്ടിക്കുറച്ചു. 10 സീറ്റ് കഴിഞ്ഞ തവണ മത്സരിച്ചു, അത് 6 സീറ്റായിട്ട് വെട്ടിക്കുറയ്ക്കുകയാണ് ഇത്തവണ കോൺഗ്രസ് ചെയ്യുന്നത്. ഇടുക്കി, കുട്ടനാട് അല്ലേ, അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി, ഈ കോതമംഗലം, ഇങ്ങനെ പല സീറ്റും ഇങ്ങോട്ടെടുക്കാൻ അവർക്ക് അവരുടേതായ സ്ഥാനാർത്ഥികൾ, ജോസഫ് വാഴക്കനെയൊക്കെ നിർത്തണം. അതെ, ജോസഫ് വാഴക്കൻ റോഷി അഗസ്റ്റിന്റെ എതിരെ വേണമെങ്കിൽ മത്സരിച്ചാൽ ഇടുക്കി പിടിക്കാമല്ലോ ആ ഘട്ടത്തില്. ഇതൊക്കെ മാറിയിട്ട് അപ്പൊ ജോസഫ് ഗ്രൂപ്പ് ഈ ജോസ് മാണി വരുന്നതിൽ കൂടിയൊക്കെ സമ്മതിച്ച് അങ്ങനെ UDF-ൽ തുടരേണ്ടി വരും. മറ്റേ ജോസഫ് ഗ്രൂപ്പിനും അറിയാമല്ലോ, ചിലപ്പോൾ UDF അധികാരത്തിലേക്ക് വരും, മന്ത്രിയാകാം, വേണമെങ്കിൽ മകനെ മന്ത്രിയാക്കാം. അപ്പോൾ ഒന്നുകിൽ തൊടുപുഴയിൽ ജോസഫ് നിൽക്കുക, അല്ലെങ്കിൽ മകൻ അപ്പുവിനെ നിർത്തുക, അല്ലെങ്കിൽ കോതമംഗലം മത്സരിക്കാൻ ഇത്തവണ കിട്ടുന്ന മട്ടില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതായത് മകനും മത്സരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജോസഫ് ഗ്രൂപ്പ് വീണ്ടും ഒരു ചാട്ടം ചാടാം, ആ സ്പേസിലേക്ക് മാണി ഗ്രൂപ്പിന് ചാടാം. അതായത് ജോസ് കെ മാണിക്കാണ്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിരുന്നതാണ് ജോസഫ് ഗ്രൂപ്പ് പോവുകയാണെങ്കിൽ പൊക്കോട്ടെ, ആ സീറ്റുകള് ജോസ് മാണിക്ക് കൊടുത്താൽ മതിയല്ലോ. അപ്പൊ ജോസ് മാണിയുടെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണമെങ്കിൽ ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനെതിരെ മത്സരിക്കുകയും ചെയ്യാം. റോഷി അഗസ്റ്റിനെതിരെ എന്തുകൊണ്ട് ജോസ് കെ മാണിക്ക് മത്സരിച്ചുകൂടാ? ആ ഘട്ടത്തിൽ ചെയ്യാം, അതിനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞു. മോശം കാൻഡിഡേറ്റ് അല്ലല്ലോ ജോസ് മാണി റോഷി അഗസ്റ്റിനെതിരെ. അല്ലല്ല, മാത്രമല്ല പാലായിലല്ലോ, പാലായിലെ ജനങ്ങളല്ലേ ഉള്ളൂ ജോസ് കെ മാണി പ്രശ്നമുള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന ജോസ് കെ മാണി ഉപയോഗിച്ചുകൊണ്ട് ഒരു പിളർപ്പിന് UDF ശ്രമം നടത്തിക്കൂടാന്ന് പറയാൻ പറ്റത്തില്ല. വളരെ ശക്തമാണ് ഇന്ന് ജോസ് കെ മാണിയുടെ പ്രതികരണം. അന്ന് ഈ മുന്നണിയുടെ കൂടെ അന്ന് കോട്ടയത്ത് മീറ്റിംഗ് കൂടാൻ പോവുകയായിരുന്നു. ആ മീറ്റിംഗ് കൂടിയിട്ട് മുന്നണി വിടുന്നു എന്ന് പ്രഖ്യാപിക്കാൻ ഇരുന്നതാണ്. അപ്പോഴാണ് റോഷി അഗസ്റ്റിനെയും മറ്റേ പ്രമോദിനെയും കയ്യിലെടുത്ത് ഇങ്ങനെ നിന്നത്. ആ സാഹചര്യം മാറി വരുന്നു എന്നാണ് റോഷി അഗസ്റ്റിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ജോസ് മാണി ഇന്ന് വിളംബരം ചെയ്തിരിക്കുന്നത്. സാർ, അതിനകത്തൊരു വമ്പൻ ട്വിസ്റ്റ് ഉണ്ട്. കാരണം LDF-ന്റെ വികസന മുന്നേറ്റ ജാഥ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ 5 വർഷത്തെ പ്രകടനമൊക്കെ വിലയിരുത്തുന്ന ഒരു വലിയ യാത്ര നടത്തുക. അപ്പം 2-3 സോണായിട്ട് തിരിച്ച് നടത്തുന്നതിൽ ഒരു സോണിൻ്റെ ചുമതലക്കാരനാണ് ജോസ് കെ മാണി. ആ മാണി വീണ്ടും LDF-നെതിരായിട്ട് മത്സരിക്കാൻ UDF-ലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ഇടതു മുന്നണിക്ക് കിട്ടുന്ന അടി ചെറുതൊന്നും ആയിരിക്കില്ലല്ലോ. വലിയ അടിയായിരിക്കില്ല. നമുക്ക് തള്ളിക്കളയാൻ, നമ്മളിത് ആദ്യം മുതലേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നതാണ് ഇനി ജോസ് മാണി ഗ്രൂപ്പ് ഇതിൽ നിന്ന്, കാരണം തോറ്റുപോയല്ലോ. മറ്റേ LDF പൊതുവെ തോറ്റുപോയില്ലേ. അപ്പൊ ഇനി അതിന്റെ കൂടെ നിന്നിട്ട് കാര്യമില്ല, ജനവികാരം അതിന്റെ കൂടെയല്ല എന്ന് മനസ്സിലാവുന്നു. ഇനി അവിടെ ഡൽഹിയിൽ നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ ജോസ് മണിക്ക്. ഇവിടെ മന്ത്രിയാകണം എന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത്. മാത്രമല്ല, മന്ത്രിയാവുന്ന ആളുകൾ എപ്പോഴും ഒരു അധികാര കേന്ദ്രമാവും. അങ്ങനെ അധികാര കേന്ദ്രമായി റോഷി അഗസ്റ്റിൻ പാലായിൽ ജോസ് മാണി ജയിക്കാത്തത് കൊണ്ടാണല്ലോ, തോറ്റുപോയത് കൊണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് ഇനി ജയിക്കുന്ന മണ്ഡലത്തിൽ നിൽക്കണം. പാലായിൽ എന്തിനു നിൽക്കുന്നു? മാത്രമല്ല, എന്തുകൊണ്ട് ഇനിയുള്ള ജോസ് മാണിയുടെ കയ്യിലാണ് പാർട്ടി എങ്കിൽ എന്തുകൊണ്ട് റോഷി അഗസ്റ്റിന് പാലായിലും മത്സരിച്ചുകൂടാ? അതൊരു വലിയ ചോദ്യമല്ലേ. വെച്ചു മാറുക. റോഷി അഗസ്റ്റിൻ പാലായിലും മത്സരിക്കുക, മറ്റേ ഇടുക്കിയില് മത്സരമാവുമല്ലോ. അതെ. അപ്പൊ ജോസ് മാണിക്ക് അധികാരം ഉണ്ടെങ്കിൽ അങ്ങനെ മണ്ഡലം വെച്ചു മാറ്റാം, നല്ലതാണല്ലോ. റോഷി അഗസ്റ്റിൻ ശക്തനായ ഒരാളാണെന്നല്ലേ റോഷി അഗസ്റ്റിൻ വിചാരിക്കുന്നത്. റോഷി അഗസ്റ്റിൻ പാലായിലും മത്സരിക്കട്ടെ. അപ്പൊ സാധ്യതയുടെ കലയാണ് രാഷ്ട്രീയമെന്ന് ജോസ് കെ മാണി വീണ്ടും തെളിയിക്കട്ടെ അല്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.